കാസർഗോഡ് മഞ്ചേശ്വരം തൂമിനാട്ട 18 വയസ്സുകാരിക്ക് പിന്നാലെ കുത്തേറ്റ ബന്ധുവും മരിച്ചു. സ്വത്ത് തർക്കത്തിനിടെ ഉണ്ടായ ബഹളത്തിനിടെയാണ് മഞ്ചേശ്വരം സ്വദേശി സയ്യിദ് അബ്ബയ്ക്ക് കുത്തേറ്റത്. ഇന്നലെയാണ് പ്രതി ഉമ്മർ മകൾ ജുമൈലയെ വെട്ടിക്കൊലപ്പെടുത്തിയത്. സാരംഗ് സുരേഷ് ചേരുന്നുണ്ട് അവിടെ നിന്നും. സാരംഗ്, വീണ്ടും നമ്മളെയൊക്കെ വിഷമിപ്പിക്കുന്ന ഒരു വാർത്ത കൂടി, കുത്തേറ്റ ആ ബന്ധുവും മരണപ്പെട്ടിരിക്കുന്നു. എപ്പോഴാണ് മരണം സ്ഥിരീകരിച്ചത്? വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? മോത്തി, മംഗളൂരുവിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു പരിക്കേറ്റ ഷെയ്ഖ് അബ്ബ. ആദ്യഘട്ടത്തിൽ തന്നെ ഉമ്മർ ആദ്യം ആക്രമിക്കുന്നത് ഷെയ്ഖ് അബ്ബയായിരുന്നു. അത് തടയാൻ ശ്രമിക്കുന്നതിനിടയിലാണ് ജുമൈലയ്ക്ക് പരിക്കേൽക്കുന്നതും പിന്നീട് കൊല്ലപ്പെടുന്നതും. എന്തായാലും ഇപ്പോൾ മംഗളൂരുവിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. ബന്ധുക്കളൊക്കെ തന്നെ അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു. ഏതാനും നിമിഷങ്ങൾക്ക് മുൻപാണ് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ മരണം കൂടി സ്ഥിരീകരിക്കുന്നത്. ഇപ്പോൾ അവരുടെ ബന്ധുക്കളൊക്കെ തന്നെ തൊട്ടരികിലുള്ള വീട്ടിലുണ്ട്. ഇപ്പോൾ അവരെയൊക്കെ തന്നെ പതിയെ അറിയിച്ചു വരുന്നതേ ഉള്ളൂ. എന്തായാലും നാടിനെ സംബന്ധിച്ച് വലിയ തീരാവേദനയെ മാറുന്നു എന്ന് തന്നെയാണ്. കാരണം യാതൊരു തരത്തിലുള്ള നല്ല സമാധാന അന്തരീക്ഷം പുലർത്തി പോന്നിരുന്നൊരു പ്രദേശമാണ്. അവിടെയാണ് ഇപ്പോൾ ഈ രീതിയിൽ ഒരു ഇരട്ടക്കൊല നടക്കുന്നത്. അതും സ്വത്ത് തർക്കത്തെ തുടർന്നാണ്, അല്ലെങ്കിൽ ഒരു ഡിവോഴ്സ് കേസുമായി ബന്ധപ്പെട്ടാണ് ഈ രീതിയിൽ ഒരു ഇരട്ടക്കൊല ഉണ്ടാകുന്നത് എന്ന് തന്നെയാണ് നാട്ടുകാരെ സംബന്ധിച്ച് നടക്കുന്ന വിവരം. എന്തായാലും ഇപ്പോൾ ഇനി അല്പസമയത്തിനകം തന്നെ രണ്ടുപേരുടെയും പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കിക്കൊണ്ട് മൃതദേഹങ്ങൾ ഇവിടെ എത്തിക്കാനുള്ള തയ്യാറെടുപ്പുകളിലേക്ക് കടക്കുകയാണ്. ഷെയ്ഖ് അബ്ബയുടെ മൃതദേഹം മഞ്ചേശ്വരം ജുമാ മസ്ജിദ് പള്ളിയിലും അതോടൊപ്പം തന്നെ ജുമൈലയുടെ മൃതദേഹം കൊഞ്ചത്തൂർ ജുമാ മസ്ജിദ് പള്ളിയിലുമായിരിക്കും ഖബറടക്കുക. ഫോറൻസിക് സംഘം അടക്കം ഇവിടെ എത്തി പരിശോധനകൾ പൂർത്തിയാക്കേണ്ടതായുണ്ട്. ഇതിനോടകം തന്നെ ഉമ്മറിൻ്റെ അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇനി തെളിവെടുപ്പ് അടക്കം പൂർത്തിയാക്കിയതിന് ശേഷമായിരിക്കും കോടതിയിൽ ഹാജരാക്കുക. ഇന്ന് ഉച്ചയ്ക്ക് മുൻപായി തന്നെ കാസർഗോഡ് കോടതിയിൽ പ്രതി ഹാജരാക്കുമെന്ന് തന്നെയാണ് പോലീസിൽ നിന്ന് നമ്മൾക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും അതിക്രൂരമായ ആരെയും നടുക്കുന്ന വലിയൊരു കുറ്റകൃത്യം തന്നെയാണ് നടന്നതെന്ന് നമുക്ക് സംശയം പറയാൻ സാധിക്കും. കേവലം കുറച്ച് ഭൂമിക്ക് വേണ്ടി, അല്ലെങ്കിൽ കുറച്ച് പണത്തിന് വേണ്ടി സ്വന്തം ബന്ധുക്കളെ, അതും സ്വന്തം മകളെയും സ്വന്തം ഏറ്റവും അടുത്ത ബന്ധുവിനെ പോലെയും ഈ രീതിയിൽ അതിക്രൂരമായി കൊലപ്പെടുത്തുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത്. മുൻപും ഈ രീതിയിൽ ഉമ്മർ ചെറിയ തോതിലുള്ള കേസുകളിലൊക്കെ തന്നെ അകപ്പെട്ടിരുന്നു എന്ന് തന്നെയാണ് നാട്ടുകാരുടെ ഭാഗത്തു നിന്ന് നമുക്ക് അറിയാൻ കഴിയുന്നത്. നമുക്ക് തൊട്ട് അരികിലായി കാണുന്ന ഈ ഭൂമിയുമായി ബന്ധപ്പെട്ടാണ് ഈ പ്രശ്നങ്ങളൊക്കെ തന്നെ നിരന്നിരുന്നത്. ഈ കാണുന്ന ഒരു പ്ലോട്ടിന് വേണ്ടിയാണ് ഈ രീതിയിലൂടെ തർക്കമുണ്ടാകുന്നതും ഈ രീതിയിലൂടെ സമവായ ചർച്ചയൊക്കെ തന്നെ നടക്കുന്നത്. അതിനിടയിലാണ് ആയുധം അടക്കം കയ്യിൽ കരുതി നേരത്തെ തന്നെ ഏതെങ്കിലും തരത്തിലുള്ള പ്രകോപനം ഉണ്ടാവുകയാണെങ്കിൽ ഒരു അക്രമം നടക്കും. മോത്തി, വിവാഹത്തിന് ശേഷം ഈ രീതിയിൽ അവർക്ക് നൽകിയ ഭൂമിയായിരുന്നു അത്. അപ്പോൾ ഡിവോഴ്സ് നടക്കുകയാണെങ്കിൽ ആ ഭൂമി തിരിച്ചു നൽകേണ്ടി വരുമെന്നുള്ള ഒരു വാദം ജുമൈലയുടെ മാതാവിൻ്റെ കുടുംബത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഉയർന്നു വന്നിരുന്നു. അത് തടസ്സപ്പെടുത്താനായിരുന്നു ഉമ്മറിൻ്റെ ശ്രമം എന്നതാണ് നമുക്ക് നാട്ടുകാരിൽ നിന്നും ബന്ധുക്കളിൽ നിന്നൊക്കെ തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും അതിക്രൂരമായ ഒരു കൊലപാതകം തന്നെയാണ്, അല്ലെങ്കിൽ ഒരു ഇരട്ട കൊലപാതകം തന്നെയാണ് നടന്നത്. കേവലം നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കേവലം കുറച്ച് പണത്തിനും കുറച്ച് ഭൂമിക്കും വേണ്ടി അതിക്രൂരമായുള്ള കൊലപാതകം തന്നെ നടന്നിരുന്നത്. മാത്രമല്ല ഇത് കൃത്യമായി ആസൂത്രണം ചെയ്താണ് ഈ രീതിയിൽ ഉമ്മർ ഇവിടെ എത്തിയത് എന്ന് തന്നെയാണ് ഏറ്റവും നടക്കുന്ന വസ്തുത. കാരണം ഈ രീതിയിൽ സമവായ ചർച്ചയ്ക്ക് എത്തിയത് പോലും കയ്യിൽ ആയുധം കരുതിയാണ് എന്നത് തന്നെയാണ് ഈ കുറ്റകൃത്യത്തിൻ്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നത്. മോദി.